വഖാത്തു ഷാഫിയത്തുൽ കുബ്ര എൽദിയപ്പ ഇമാം താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ബാപ്പയാണ് തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു 44 വർഷം മാത്രമാണ് ജീവിക്കടെ. പക്ഷേ എത്ര കിതാബാണ് താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു എഴുതരെ. ബാപ്പയായ തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു പോലും ആദരിച്ചുകൊണ്ടിരുന്ന മഹാനാണ് താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. ആ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ഈ തബഖാത്തു ഷാഫിയത്തുൽ കുബ്ര എഴുതിട്ട് ബാപ്പയായ തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു കയ്യിൽ കൊടുത്തപ്പോൾ തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു കിതാബെല്ലാം ഓതിട്ടാകുമ്പോൾ ഇടയ്ക്കൊരു ചർച്ചയുണ്ട്. അബ്ദുൽ മലിക്കുൽ ഖറജി ചൊല്ലെ മഹാന്റെ ചർച്ച. ആ ചർച്ചയിൽ കുനൂത്തുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച. ഏത് ചർച്ചയാണ്? ഷാഫി ഇമാം ഒരു ഫലക ചൊന്നൊരു ഇദാ സ്വഹൽ ഹദീസു ഫഹുവ മദ്ഹബി. ഹദീസ് സ്വഹിയായിട്ട് നിങ്ങൾക്ക് കിട്ടിത്തിൻകണ്ടെങ്കിൽ അതാണ് എൻ്റെ മദ്ഹബ്. ഉത്രുക്കു കൗലി, എൻ്റെ കൗലി നിങ്ങൾ ഒഴിവാക്കറു. ആ സ്വഹിയായ ഹദീസ് പിടിക്കറു ഉണ്ടു ഷാഫി ഇമാം ചൊന്നൊരു. അത് ആറൊട്ടിക്കാണ് ചൊന്നരെ, ഞങ്ങളെ പോലത്തെ ആൽമാറൊട്ടികല്ല. അത് അത്രയും വലിയ മുജ്തഹിദീങ്ങളായ ആൽമാറൊട്ടുകാണ്. അപ്പോൾ ഈ ഹദീസ് വിശദീകരിക്കവാനായിട്ട് തൻ്റെ മോനായ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു എഴുതിയ കിതാബിടെ ആ കിതാബുൽ അബ്ദുൽ മലിക്കുൽ ഖറജി ചൊല്ലെ ആളുമായി ബന്ധപ്പെട്ട ഒരു കുനുത്തുമായി വന്ന ചർച്ചക്ക് ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ഒരു റിസാല എഴുതരെ. മാനാ ഖൗലിൽ ഇമാമിൽ മുത്തലിബി ഇദാ സ്വഹൽ ഹദീസു ഫഹുവ മദ്ഹബി. അതെ, എന്താണ് ഷാഫി ഇമാമുടെ ഖൗലിന്റെ അർത്ഥം? ഇദാ സ്വഹൽ ഹദീസു ഫഹുവ മദ്ഹബി ചൊന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്തിരണ്ട്? ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ഒരു റിസാലമേ എഴുതരെ. മാനാ ഖൗലിൽ ഇമാമിൽ മുത്തലിബി ഇദാ സ്വഹൽ ഹദീസു ഫഹുവ മദ്ഹബി. അങ്ങനെയുള്ള